ഹായ് ഡിയർ അഗ്നിവീർ ആസ്പിരൻസ്, നിങ്ങൾക്കുള്ള ഒരു പുതിയ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ത്യൻ നേവി SSR, MR തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് 3 ബാച്ചുകളിലേക്കുള്ള പ്രവേശനത്തിന് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നു. മാർച്ച് 29 മുതൽ ഏപ്രിൽ 10 വരെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു കഴിഞ്ഞാൽ വെറും 13 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് ഓർക്കുക. അതുകൊണ്ട് ആദ്യ ദിവസങ്ങളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കണം. അല്ല എങ്കിൽ സെർവർ തകരാറുകൾ പോലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട്. അതുകൊണ്ട് നമ്മുടെ അവസരം നഷ്ടപ്പെട്ടു പോകാം. അതിനുള്ളൊരു സാഹചര്യം ആരും ഉണ്ടാക്കരുത്. കൃത്യമായും ആദ്യ ദിവസങ്ങളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ പോസ്റ്റിന്റെ യോഗ്യതകൾ പരിശോധിക്കാം. ആദ്യമായി നേവി SSRന് ഫിസിക്സ്, മാത്തമാറ്റിക്സ് ഇവ രണ്ടും ഓപ്ഷണലായി എടുത്ത കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റുകളോ അംഗീകരിച്ച ബോർഡുകൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് 50% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. അതുമല്ലെങ്കിൽ മെക്കാനിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, IT ഇത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ 3 വർഷത്തെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്. അതുമല്ലെങ്കിൽ ഫിസിക്സ്, മാത്സ് ഓപ്ഷണലായി എടുത്ത 2 വർഷത്തെ വൊക്കേഷണൽ കോഴ്സുകൾ 50% മാർക്കോടുകൂടി ഉള്ള വിജയം. ഇനി MRന്റെ യോഗ്യത പരിശോധിക്കാം. സംസ്ഥാന ഗവൺമെന്റുകളോ കേന്ദ്ര ഗവൺമെന്റോ അംഗീകരിച്ച ബോർഡുകൾ നൽകുന്ന 10ാം തരം 50% മാർക്കോടുള്ള വിജയം. ഇവയാണ് ഈ തസ്തികയുടെ യോഗ്യതകൾ. ഇനി നമുക്ക് പ്രായം സംബന്ധിച്ചുള്ള യോഗ്യതകൾ പരിശോധിക്കാം. പൊതുവെ 17 വയസ്സിനും 21 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഈ പോസ്റ്റിന് അപേക്ഷിക്കാൻ കഴിയുക. 2025 ബാച്ചിൽ പെടുന്നവർക്ക് 2004 സെപ്റ്റംബർ 1 2008 ഫെബ്രുവരി 29 ഇടയിൽ ജനിച്ചവരായിരിക്കും. 1/2026 എന്ന രണ്ടാമത്തെ ബാച്ചിൽ പെടുന്നവർ 2005 ഫെബ്രുവരി 1 2008 ജൂലൈ 31 ഇടയിൽ ജനിച്ചവരായിരിക്കും. 2/26 എന്ന മൂന്നാമത്തെ ബാച്ചിൽ പെടുന്നവർ 2005 ജൂലൈ 1 2008 ഡിസംബർ 31 ഇടയിൽ ജനിച്ചവരായിരിക്കും. ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 157 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവും. ഫിസിക്കൽ ടെസ്റ്റ് ഇനങ്ങൾ 1.6 കിലോമീറ്റർ ദൂരം ഓട്ടം. പുരുഷന്മാർ 6 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ടും സ്ത്രീകൾ 8 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കും. ഇതിനു പുറമെ സ്ക്വാറ്റപ്പ്, സിറ്റപ്പ്, പുഷപ്പ് തുടങ്ങിയ ഐറ്റങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശാരീരിക ക്ഷമതാ പരീക്ഷ, എഴുത്തു പരീക്ഷ, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ടെസ്റ്റ് ഇവയുടെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടത്തുന്നത്. ഇതിന്റെ സെലക്ഷൻ പരീക്ഷ 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. 1ാം ഘട്ടം INET എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എൻട്രൻസ് പരീക്ഷ, ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് ഇതിന്റെ എക്സ്പാൻഷൻ. ഇത് 3 ബാച്ചുകൾക്കും 2025 മെയ് മാസത്തിൽ നടക്കും. ഇനി 2ാം ഘട്ടം എന്ന് പറയുന്നത് അവിടെ റിട്ടേൺ പരീക്ഷയുണ്ട്, മെഡിക്കൽ ഫിറ്റ്നസ് പരീക്ഷ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഇവയെല്ലാം കൂടെ ചേർന്നാണ് 2ാം ഘട്ടം. ഈ 2ാം ഘട്ടത്തിന്റെ പരീക്ഷ 1ാമത്തെ ബാച്ചിന് ജൂലൈ മാസത്തിലും 2ാമത്തെ ബാച്ചിന് ഒക്ടോബർ നവംബർ മാസത്തിലും 3ാമത്തെ ബാച്ചിന് 2026 മെയ് മാസത്തിലുമാണ് നടക്കുന്നത്. ഇനി നമുക്ക് ഇതിനെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. www.joinindiannavy.gov.in എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഇനി പ്രത്യേകമായി നിങ്ങൾ നോട്ട് ചെയ്യാനുള്ള ഒരു കാര്യം, NCC C സർട്ടിഫിക്കറ്റ് ഉള്ളവരും അതുപോലെ തന്നെ സ്പോൺസേഴ്സും ഇവർ 2 ആൾക്കാരും 1ാം ഘട്ട പരീക്ഷയായിട്ടുള്ള INET പരീക്ഷ എഴുതേണ്ടതില്ല. 2ാം ഘട്ടത്തിലേക്ക് നേരിട്ട് ഇവർക്ക് കോൾ ലെറ്റർ ലഭിക്കുന്നതായിരിക്കും. എന്നാൽ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ ഇവര് സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റും NCC C സർട്ടിഫിക്കറ്റുകാര് C സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യും. പറയുകയാണെങ്കിൽ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ എന്റെ നാട്ടുകാരെന്നെ പറയുമായിരുന്നു,
പ്രകാശിന്റെ മോളോ? ഓ, അവൾ എന്തോ ആവാനാ.